പ്രിയപ്പെട്ടവരെ, വളരെ സവിശേഷമായ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ജൂൺ 19 ഇന്നേ ദിവസം കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കോതനല്ലൂർ എന്ന് പറയുന്ന വില്ലേജിൽ അവിടെ ഇവിടുത്തെ ഗർവാസീസ് ആൻഡ് പ്രോത്താസീസ് ചർച്ചിൽ ഒരു വലിയ സവിശേഷമായ ആഘോഷം നടക്കുന്നുണ്ട്. അത് ഇരട്ടകളുടെ സംഘമാണ്, മഹാസംഘമാണ്. ഏകദേശം 700 ജോഡിയോളം നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ഇരട്ടകൾ കോതനല്ലൂരിൽ നിന്ന് സംഗമിക്കുകയാണ്. എല്ലാ വർഷവും ജൂൺ 19 ഈ സംഗമം നടക്കുന്നത്. അത് 2005 മുതൽ ആരംഭിച്ചതാണ്. അന്ന് അവിടുത്തെ വികാരിയായിരുന്ന ജോസഫ് പുത്തമ്പര എന്ന് പറയുന്ന അച്ഛൻ ആരംഭിച്ചതാണ്. ഇപ്പോൾ ഏകദേശം 20 വർഷത്തോളമാകുന്നു. നാനാജാതി മതസ്ഥരായ ആളുകൾ വരുന്നു. അവിടെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയോടുകൂടെ പിരിയുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ആഘോഷമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഇരട്ടകളെക്കുറിച്ച് ഒരുപക്ഷെ ലോകത്തിൽ ഇവിടെ മാത്രമായിരിക്കും ഇത്ര വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇങ്ങനത്തെ ആഘോഷം നടക്കുന്നതെന്നാണ് തോന്നുന്നത്. നമുക്ക് കേരളത്തിൽ കൊടിഞ്ഞി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത്, അത് ഇരട്ടകളുടെ നാട് എന്നറിയപ്പെടുന്നുണ്ട്. അവിടെ 220ഓളം ജോഡി ഇരട്ടകൾ ആ സ്ഥലത്ത് തന്നെയുണ്ട്. 1000-6 എന്നുള്ളതാണ് ഇരട്ടകളുടെ എണ്ണം, ലോകത്തിലെ പൊതുവായ ക്രമം. പക്ഷേ ഈ കൊടിഞ്ഞിയിൽ 42 പേര് 1000 ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു നാട്ടിൻ്റെ പ്രത്യേകത എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവിടെ 2000 കുടുംബങ്ങളിലാണ് ഇത്രയും ഇരട്ടകൾ. പക്ഷെ കോതനല്ലൂരിൽ 750 കുടുംബങ്ങളിൽ 100 ജോഡി ഇരട്ടകളോടെ ഈ ഇടവകയെ തന്നെയുണ്ട്. കോതനല്ലൂർ ഫൊറോന പള്ളിയിൽ തന്നെ, ആ ഇടവകയിൽ തന്നെ 100 ജോഡി ഇരട്ടകളോളം ഉണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു കാരണം. അതിൻ്റെ പ്രത്യേകത, അവിടുത്തെ ആ പള്ളിയുടെ പ്രത്യേകത ഇരട്ട വിശുദ്ധന്മാരാണ്. അവരെ വിളിക്കുന്ന കന്തീശങ്ങൾ എന്നാണ്. കന്തീശങ്ങൾ എന്ന് പറഞ്ഞ സുറിയാനി ഭാഷയാണ്. അർത്ഥം വിശുദ്ധരെന്നാണ്. 2 വിശുദ്ധരായിട്ടുള്ള പിതാക്കന്മാർ, മാർ സാപ്പോർ ആൻഡ് മാർ പ്രോത്ത്, പേർഷ്യന്നത്തെ മെത്രാന്മാർ, കൊല്ലവർഷത്തിൻ്റെ ആരംഭം പോലും അവരിലേക്കാണ്. എ ശ്രീധരൻ മേനോൻ്റെ ഒക്കെ ഉൾപ്പെടെ കേരള ചരിത്രത്തിൽ പോലും അതിൻ്റെ സൂചനകളുണ്ട്. അവരിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം കൂടിയുണ്ട്. ഈ കൊല്ലവർഷം ആരംഭിച്ചത് ഈ മെത്രാന്മാരുടെ സഹായത്തിൽ കൊല്ലത്തെ രാജാവായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ഒരു വ്യാഖ്യാനം അങ്ങനെയുണ്ട്. ഏതായാലും വളരെ പ്രശസ്തരായ വിശുദ്ധരായ മെത്രാന്മാരായിരുന്നു. അവരുടെ നാമത്തിലാണ് കോതനല്ലൂർ പള്ളി തുടങ്ങിയത്. പിന്നീട് ഡയംബർ സിനഡിന് ശേഷം 1599 മിലാനിലെ ഇരട്ട വിശുദ്ധരായ വിശുദ്ധ ഗർവാസീസും വിശുദ്ധ പ്രോർത്താസീസും അവിടെ വിശുദ്ധരായിട്ട് അവരെ പ്രതിഷ്ഠിക്കുന്നു. അതിനുശേഷമാണ് ഈ ഇരട്ട സംഗമം. പിന്നീട് അതിൻ്റെ തുടർച്ചയിലാണ് ഈ ഇരട്ടകളുടെ തിരുനാൾ ദിവസം, ഇരട്ട വിശുദ്ധരുടെ തിരുനാൾ ദിവസം കോതനല്ലൂർ ആചരിക്കപ്പെടുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഇരട്ടകളുടെ മഹാസംഗമം, ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ മഹാസംഗമം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒഹിയോ സ്റ്റേറ്റിലെ ട്വിൻസ്ബർഗിലാണ്. അവിടെ 2000ഓളം ജോഡി ഇരട്ടകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് ബ്രസീലിൽ നിന്ന്, അർജന്റീനയിൽ നിന്ന്, UK നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ചൈനയിൽ നിന്ന് വരെ വരുന്ന, അങ്ങനെ അത് 1976 തുടങ്ങിയതാണ്. അത് മാറ്റി നിർത്തിയാൽ ഒരു പക്ഷേ ഇരട്ട സംഗമം എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരുനാളിനോടനുബന്ധിച്ച് നാനാജാതി മതസ്ഥരായ ആൾക്കാർ കൂടി പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് പിരിയുന്ന ഒരു ആഘോഷം ഇവിടെയല്ലാതെ വേറെ എവിടെയെങ്കിലും ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ ഗൂഗിളിൽ, യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്താൽ ഒന്നും നമുക്ക് അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ആ തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. വലിയ പ്രാർത്ഥനയോടുകൂടിയാണ്. ആ സ്ഥലം തന്നെ, കോതനല്ലൂർ തന്നെ 100 ജോഡി പരം ഇരട്ടകളുള്ള സ്ഥലമാണ്. അവിടെ ഈ കന്തീശങ്ങളുടെ മാധ്യസ്ഥത്തിൽ, പിന്നെ ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ, അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അത്ഭുതാവഹമായ രീതിയിലുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു ദമ്പതികൾ വന്ന്, 2 പേര് വന്നതിന് ശേഷം അവർക്ക് 8 വർഷമായിട്ട് മക്കളില്ല. ഞാനപ്പോൾ അവരോട് ഒരു ചെറിയൊരു ഇതെന്നുള്ള രീതി, 8 വർഷമായിട്ട് മക്കളില്ല, അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, കോതനല്ലൂർ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക. അത്ഭുതകരം എന്ന് പറയട്ടെ, 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇരട്ട കുട്ടികൾ അവർക്കുണ്ടായി. അതുപോലെ തന്നെ 15 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു ഫാമിലി, അവരും ഈ പറഞ്ഞ പോലെ അതിരമ്പഴക്കാരാണ്. അവർ വന്ന് കോതനല്ലൂർ പ്രാർത്ഥിച്ച് അവർക്കും ഇരട്ട കുട്ടികളുണ്ട്. അപ്പോൾ
ഏതോ തരത്തിലുള്ള ദൈവികമായിട്ടുള്ള വലിയൊരു മാധ്യസ്ഥത കൂടി ഈ കന്തീശങ്ങളുടെ ഉണ്ടാകുന്നുണ്ട്. ആ തരത്തിൽ വലിയ സവിശേഷമാണ് ഈ ജൂൺ 19 തീയതിയാണ് അവിടുത്തെ തിരുനാൾ നടക്കുന്നത്. വളരെ സവിശേഷകരമായ ഒരു കാര്യമാണ് എന്ന കാര്യം നമ്മൾ അറിയുന്നത് നല്ലത്.